ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനിയേച്ചർ മിക്സിയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് മിനിയേച്ചേഴ്സ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, എല്ലാം ക്ലേ കൊണ്ടുള്ള ക്രിയേഷൻസ് അല്ലേ ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ ക്ലേ ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് മിനിയേച്ചർ ആയിട്ട് ഒരു മിക്സി ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു മിനിയേച്ചർ മിക്സി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു നേസൽ ഡ്രോപ്സ് ബോട്ടിലിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗമാണ്. പിന്നെ കുറച്ച് ലിഡുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും, അതെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറുകളുടെ ഷേപ്പിലുള്ള ലിഡുകളൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മളൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുപയോഗിക്കാം? ന്യൂസ് പേപ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പറോ ഇല്ലെങ്കിൽ പേപ്പർ നാപ്കിനോ, അതായത് ടിഷ്യൂ പേപ്പർ, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ ചുറ്റും പേപ്പർ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. നിങ്ങൾ പേപ്പറാണ് നേരെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ തന്നെ വെച്ചിട്ട് ആ ഒരു സർഫസ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് അത് നല്ലൊരു ഫിനിഷായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിവിടെ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറമെ പേപ്പർ ഒട്ടിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെയും പുറത്ത് ഞാൻ കുറച്ച് വൈറ്റ് പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾ പേപ്പർ തന്നെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണ മിക്സി ഒരു മോഡേൺ ലുക്കിലുള്ള മിക്സിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തേക്കുള്ള മിക്സിയാണെന്നുണ്ടെങ്കിൽ ഒരു പടി പോലെയൊക്കെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ അതുപോലെയൊന്നും ഞാനിവിടെ ചെയ്യണില്ല. അപ്പോൾ ആ ഒരു ഷേപ്പ്, ഇപ്പോഴത്തെ ഒരു മോഡേൺ ആ ഒരു ഷേപ്പ് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ആ ഒരു സർഫസ് ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറുകൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 അടപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ജാറുള്ള മിക്സിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ വലിയ ജാറെന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ഒരു 3D ഔട്ട്ലൈനറിൻ്റെ അടപ്പാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ ക്യാൻഡി റാപ്പേഴ്സ്, മിഠായി കവറിൻ്റെയൊക്കെ പുറകിൽ ഇതേപോലെ കളർ കാണുമല്ലോ, സിൽവർ കളറിലുള്ള, അത് ഒട്ടിക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ ഒരു കുറച്ച് ഇംപ്രഷനൊക്കെ വര പോലെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് യൂസ് ചെയ്യണതെന്ന് മാത്രം. കാരണം നമുക്കറിയാമല്ലോ മിക്സിയുടെ ജാറിൻ്റെ അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ശരിക്കും കുറച്ചും കൂടെ ഒരു നല്ലൊരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിൽവർ പെയിൻറ്റ് പെയിൻറ്റ് ചെയ്താലും മതിയാവും ലാസ്റ്റ്. അതുപോലെ തന്നെ ബാക്കി 2 ചെറിയ ജാറ് കൂടെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. നിങ്ങൾക്ക് ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇടയ്ക്ക് പറയുന്ന ഡീറ്റെയിൽസൊക്കെ അല്ലെങ്കിൽ മിസ് ചെയ്ത് പോകും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 4ാമത്തെ ജാറാണ്. അതൊരു ജ്യൂസർ ജാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ റോൾ എടുക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ്നറിൻ്റെ അടപ്പായിരുന്നു. ഇനി നമുക്ക് ആ ഒരു ജാറിൻ്റെ അടിയിൽ നമ്മുടെ മിക്സിയുടെ ഒരു മോട്ടറിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗമായിട്ട് ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു താഴത്തെ ഭാഗം, ഒരു സ്റ്റാൻഡ് പോലെയുള്ള ഭാഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ അവിടുത്തെ വണ്ണം ഒന്ന് ഏകദേശം നോക്കിയിട്ട് അത്രയും കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ ജാറുമായിട്ടൊന്ന് ഘടിപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ജാറുമായിട്ട്. അപ്പോൾ കില്ലിംഗ് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പേപ്പർ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതിയാവും. ഞാനിങ്ങനെ എല്ലാ ജാറുകളുടെയും താഴെ ഇതുപോലെ കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. തന്നെ ലെഫ്റ്റ് ഓവർ പണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ആൻഡ് ഇനി അതവിടെ വെക്കട്ടെ, നമുക്ക് ലിഡുകൾ ചെയ്ത് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ജാറിൻ്റെ ലിഡ് വന്നിട്ട് ഇത് നമ്മളുടെ സാധാരണ അക്രിലിക് പെയിൻറ്റിൻ്റെയൊക്കെ അടപ്പുണ്ടല്ലോ, അതിൻ്റെ അകത്തുണ്ടാവുന്ന ആ ഒരു styroform സർക്കിളാണ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു അടപ്പ് നന്നായിട്ട് അടഞ്ഞിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടാബ്ലറ്റിൻ്റെ റാപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടപ്പ് റെഡിയായി. ഇനി നമുക്ക് മറ്റ്
മറ്റ് ജാറുകളുടെ അടപ്പായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗമാണ്. അതാകുമ്പം കുറച്ച് കുഴിഞ്ഞൊക്കെ ഇരിക്കില്ലേ, ആ ഒരു ഭാഗം ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ ടാബ്ലറ്റിൻ്റെ ഈ ഒരു റാപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ജ്യൂസറിൻ്റെ അടപ്പ് റെഡിയാക്കിയത്. എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ താഴെ നമ്മുടെ ഈ ഒരു ജാറുമായിട്ട് നല്ല രീതിയിൽ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വളയം പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്വില്ലിംഗ് പേപ്പർ, അതായത് നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പറാണ്. ക്വില്ലിംഗ് പേപ്പർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ആണെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ചാൽ മതി. അതൊന്ന് അടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് ഫിറ്റായിട്ടിരുന്നോളൂ നമ്മുടെ ആ ജാറുമായിട്ട്. കാരണം നമ്മൾ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചാലും നമ്മുടെ ഓരോ ഭാഗങ്ങൾ അടർന്ന് പോവാതിരിക്കണമല്ലോ. ഞാൻ ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല, ഒരു വർക്കിംഗ് മോഡൽ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഡോൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയും. സോ അതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു ജാറിൻ്റെ പിടിയായിട്ട് സാധാരണ ഇൻസുലേഷൻ വയറാണിത്. അത് ഒന്ന് വേസ്റ്റ് ആയിട്ടുള്ളതാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേനയുടെയൊക്കെ ക്യാപ്പിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഹാൻഡിൽ പോലത്തെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിക്കാം. എൻ്റെ കയ്യിൽ ആ ഒരു ഷേപ്പിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈ ജ്യൂസർ ജാറിൻ്റെ ഫ്രണ്ടിലൊരു ജസ്റ്റ് ഒരു ഒഴിക്കുന്ന ഭാഗം കുറച്ച് കൂർത്തിരിക്കുന്നുണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടാബ്ലറ്റ് റാപ്പർ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് റാപ്പറിൽ ഇതുപോലെ ഒരു ഭാഗം ഉണ്ടാവും. നമ്മൾ ഗുളികയില്ലാതെ കുറച്ച് ഭാഗം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഇത് നമുക്ക് ഈ ഒരു ലിഡിൻ്റെ ഹാൻഡിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ഓൾറെഡി ഇത് വൈറ്റ്നറിൻ്റെ ഒരു ലിഡ് ആയതുകൊണ്ട് അതിൽ ഓൾറെഡി ഉണ്ട് ഒരു ഹാൻഡിൽ പോലത്തെ. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ റോൾ ഉണ്ടാക്കിയില്ല, അതും കൂടെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മോട്ടറിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരാം. അവിടെ നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പാക്കേജിങ്ങിലൊക്കെ ഇതുപോലത്തെ ഷേപ്പിലൊക്കെ കാണും. അത് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബട്ടണിന് വേണ്ടിയിട്ട്, ആ റൊട്ടേറ്റിംഗ് ബട്ടൺ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഒരു വയറില്ലേ, ആ ഒരു വയറിൻ്റെ ചെറിയൊരു പീസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ ഓൾ ഫിക്സ് ആണ് യൂസ് ചെയ്യണേ. പിന്നെ മിക്സിയുടെ താഴെയായിട്ട് ജസ്റ്റ് കുറച്ച് ബുഷസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ ക്ലേ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്ലേ തൊട്ടിട്ടില്ല. ക്ലേ ഇല്ലാതെ ചെയ്യുന്നത് ഒരു ചലഞ്ച് അല്ലേ, അതുപോലെ തന്നെ ക്ലേ ഇല്ലാതെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ആൻഡ് ഇപ്പോൾ നമ്മളുടെ എല്ലാ ജാറുകളും എല്ലാം ഇവിടെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെല്ലാം ഒന്ന് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നെയിൽ പോളിഷാണ്. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ, നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ച നെയിൽ പോളിഷാണ് കേട്ടോ. ഞാൻ നെയിൽ പോളിഷ് അങ്ങനെ ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ ഇടും, പക്ഷെ അത്രയ്ക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക് നെയിൽ പോളിഷ്. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുമ്പം കൂടുതലായിട്ടും ഷൈനിങ് കിട്ടും. നിങ്ങൾ നെയിൽ പോളിഷ് നെയിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അധികം ഉപയോഗിക്കേണ്ട, അക്രിലിക് പെയിൻറ്റ് തന്നെ ഉപയോഗിക്കാം. കാരണം കുറച്ച് ചിലവാകും കേട്ടോ ഇത് പെയിൻ്റ് അടിച്ച് തീരുമ്പോൾ. ചെറുതാണെങ്കിലും അത്ര ഏരിയ വേണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടച്ച് തന്നെ സൂക്ഷിക്കുക. നെയിൽ പോളിഷാണ് യൂസ് ചെയ്യണമെങ്കിൽ. ഞാനിവിടെ ഒരു മെറൂണിഷ് റെഡും ബ്ലാക്കും ആണ് കേട്ടോ ഇതിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ മിക്സിക്ക് ഇനി നമുക്കൊരു വയർ ഘടിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ പഴയ ഒരു ഹെഡ്സെറ്റിൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു പ്ലഗിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കാർഡ്ബോർഡ് ഒന്ന് ആ ഒരു ഷേപ്പിൽ, ഒരു ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ രണ്ട് ഭാഗം, ആ വയറിനെ കവർ ചെയ്തിട്ട് രണ്ട് ഭാഗം നമുക്ക് നന്നായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അത് ബ്ലാക്ക് കളറ് നെയിൽ പോളിഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷ് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കേട്ടോ, അക്രിലിക് പെയിൻറ് തന്നെ ധാരാളം. ഞാനിവിടെ നെയിൽ പോളിഷ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് കണ്ടിട്ട് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ് തന്നെ ധാരാളം. അത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 പിന്നുകൾക്ക് വേണ്ടിയിട്ട് ഐ പിൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് 3ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വയറ് നമുക്ക് നേരിട്ട് നമ്മുടെ മിക്സിയുടെ അടിഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ നമ്മുടെ വയറും പ്ലഗും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അടിഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് നെയിൽ പോളിഷ്. ആൻഡ് ഇനി ഒരു ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഗോൾഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ജാറുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോറി, എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡേർട്ടി ആയിപ്പോയി ഈ ഒരു പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞപ്പം. ആൻഡ് എപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൈ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഒരു വർക്ക് കഴിയുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയിട്ടാണ് ഞങ്ങൾ ചിലപ്പോഴൊക്കെ ചെയ്യുക. ഇനി ഇപ്പം നമ്മുടെ ഒരു മിനിയേച്ചർ മിക്സി സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനവിടെ എൻ്റെ ഒരു CJ എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് ബ്രാൻഡ് നെയിം പോലെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട് 1, 2 എന്നുള്ളതിന്. കാരണം അവിടെ എഴുതി കൊടുക്കാനൊന്നുള്ള സ്പേസ് ഇല്ലല്ലോ, വളരെ ചെറിയ ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മിനിയേച്ചർ മിക്സി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്രിയേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ ഇതുപോലെ മിനിയേച്ചർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അത് നല്ല രസമായിരിക്കും, കാണാനും നല്ല ക്യൂട്ടായിരിക്കും. പിന്നെ എനിക്ക് ഡോൾ സ്റ്റോറിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെയുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സും കൂടെ വേണ്ടി വരും, കുറച്ച് പ്രോപ്പർട്ടീസായിട്ടൊക്കെ. സോ അതുകൊണ്ട് ഞാനിത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിനിയേച്ചർ ക്രിയേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോഴേ ഞാൻ പുതിയതായിട്ടിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ഡോൾസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അവർ നിരാശപ്പെടേണ്ട, പെട്ടെന്ന് തന്നെ അടുത്ത ഡോൾസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!